ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്യൂറജ് റെഫ്യൂജി ക്യാമ്പിൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ലെബനാനിൽ. അതേപോലെ തന്നെ ബൈഡനും നെതന്യാഹുവും തമ്മിൽ ഫോൺ വിളിച്ചിട്ടുണ്ട് സീസ്ഫയർ ടോക്സിനെ കുറിച്ച്. അപ്പോൾ അത് ട്രംപ് ജനുവരി 20 ഓഫീസിലെത്തുന്നതിന് മുമ്പ് സീസ്ഫയർ ഉണ്ടാവുമോ ഇല്ലേ എന്നാണ് എല്ലാവരും നോക്കി നിൽക്കുന്നത്. സൗദി അറേബ്യയുമായിട്ടും യമനുമായിട്ട് USCENTCOM ചർച്ച നടത്തിയിട്ടുണ്ട്. ഹൂത്തികൾ കഴിഞ്ഞ ദിവസം ആദ്യം യമനിൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തു. അതിനുശേഷം US ഷിപ്പുകൾക്ക് നേരെ ഹൂത്തികളുടെ അറ്റാക്ക് ഉണ്ടായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അമേരിക്ക ആണെങ്കിൽ വലിയ രീതിയിൽ ഉപരോധം കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ ഓയിലിന്, അതുപോലെ ഇന്ത്യ അതേപോലെ ചൈനയിലേക്കൊക്കെ ഉള്ള ഓയിലിനെ പെട്ടെന്നുള്ള ആ ലെവലിലുള്ള US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി ബേസിലൊക്കെ വരുന്ന ഓയിലുകളൊക്കെ സാങ്ഷൻ വന്നാലേ, എന്നാലും റഷ്യ അപ്പോൾ അതിന് വേറെ വഴി കണ്ടെത്തിയേക്കാം. അപ്പോൾ ഓയിൽ ഷോർട്ടേജ് അല്ല, ഇതിലെ വിൻ്റർ കോൾഡ് ഒക്കെയാണ്. അപ്പോൾ യൂറോപ്പൊക്കെ വളരെ ആവശ്യമുള്ള സമയമാണ്. അപ്പോൾ ഓയിൽ പ്രൈസൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. അൾട്ടിമേറ്റ്ലി സ്വർണ്ണവിലയും കൂട്ടിച്ചേക്കും. പിന്നെ വളരെ ക്ലോസ് ആയിട്ടുണ്ട് സീസ്ഫയറിൻ്റെ ഇതിലേക്ക് എന്നാണ് പറയുന്നത്, ഇതിൻ്റെ ഔദ്യോഗിക വൃത്തങ്ങളൊക്കെ. പക്ഷേ ആക്രമണം ഗാസയിലും അതേപോലെ ലെബനോനിലും നടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അതിൻ്റെ ലേറ്റസ്റ്റ് ഇതൊക്കെ കിട്ടട്ടെ, ഇത്രയും പെട്ടെന്ന് സമാധാനം ലോകത്ത് സ്ഥാപിക്കപ്പെടട്ടെ. പിന്നെ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ 58,520 ഇത് സീസ്ഫയറും ഉണ്ട് ഒരു ഭാഗത്ത് ലെബനോണിലുള്ള അറ്റാക്കും പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല US കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റൻ്റെ കാര്യങ്ങളും പിന്നെ മറ്റുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി സ്വർണ്ണവില ഒരു ന്യൂട്രൽ പൊസിഷനിൽ നിൽക്കുന്നതായിരിക്കും ചെയ്തേക്കാവുക. എന്നിട്ട് ഇത് സീസ്ഫയർ 20 മുമ്പ് ആകുണ്ടോ ഇല്ല നോക്കും. ഇനി ട്രംപ് വരുമ്പോഴേക്ക് എങ്ങനെ നെതന്യാഹുവും ട്രംപ് എന്താണ് പറഞ്ഞു വെച്ചിട്ടുള്ള അറിയില്ല. ട്രംപ് എൻവോയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ അടിയിലും അതൊക്കെ വളരെ പ്രധാനമാണ്. കാരണം ട്രംപ് ഇത് നിർത്താനുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കും, ഇവരെന്നെ ഡീലാവും. ബൈഡന് ട്രംപിന് ആ ക്രെഡിറ്റ് കിട്ടേണ്ട ആവശ്യമില്ല എന്ന് കരുതിയാണ്ട് ഇവരെന്നെ ഇതാവും. പിന്നെ അതുമാത്രമല്ല നെതന്യാഹുവിനും ട്രംപ് പറഞ്ഞതുകൊണ്ട് നിർത്തേണ്ടി വന്നു എന്നുള്ള അവസ്ഥയിലേക്ക് വരും. ഇന്ന് നെതന്യാഹു ബൈഡന് നന്ദി പറഞ്ഞിട്ടുണ്ട്. ലൈഫ് ലോങ് സപ്പോർട്ട് ഇസ്രായേലിന് അമേരിക്ക കൊടുത്തത് കൊണ്ട്. വൈറ്റ് ഹൗസിൻ്റെ ഇതിൽ നിന്നാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും സീസ്ഫയറിൽ ഇപ്പോൾ നെതന്യാഹു ബൈഡന് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതന്നെ ഇവർ തന്നെ ഞാൻ പറഞ്ഞു ചിലപ്പോഴൊക്കെ തോന്നലുണ്ട് ഇതൊക്കെ എവിടെ നിന്നാണ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഇതിൻ്റെ. അപ്പോൾ ഇതൊരു ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ നെതന്യാഹു അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയുള്ളൊരു തമ്മിലുള്ളൊരു ഡീലിൽ വന്നൊരു യുദ്ധത്തിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ പാടെ ഈ ഇതിൽ നടന്ന പുസ്തകം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവർ തന്നെ ഇത് സെറ്റിലാക്കിയിട്ട് അങ്ങനെ പോകുമോ ഇല്ല. പിന്നെ ഡീല് ബന്ദികളെ വിടുന്ന ആ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വളരെ എന്താണ് ക്ലോസ് ആയിട്ട് എന്തെങ്കിലും ഇതൊക്കെ വാച്ച് ചെയ്ത് നിൽക്കുകയാണ്. സീസ്ഫയർ ഉണ്ടാവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ബിഫോർ Jan 20 എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം ന്യൂട്രലായിരിക്കും നാളെയൊക്കെ. പിന്നീട് കൺസ്യൂമർ പ്രൈസിൻ്റെ സ്റ്റേറ്റ് ഈ അൺസർട്ടനിറ്റിയൊക്കെ ഉയർന്നു നിൽക്കും. സീസ്ഫയർ എന്ന് പറയുന്ന സാധനം അത് വരികയാണെങ്കിൽ ലെബനോണിലൊക്കെ അറ്റാക്ക് ചെയ്യുന്നതാണ് ഇസ്രായേലിനെ ചിന്തിപ്പിക്കുന്നത്. ഇതെന്താ സീസ്ഫയർ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആക്രമണം അവിടെ വരുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇത് സീസ്ഫയറിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്നും സമാധാനത്തിലേക്കൊന്നും ഫോം ചെയ്യാതെ കൊണ്ട് എന്താണ് അടുത്ത ഇതിലൊക്കെ തന്നെ ആഴ്ചയിലും സ്വർണ്ണവില ഉയർന്നേക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ 58,520. ഓക്കെ, താങ്ക് യു.